ഗുഡ് മോർണിംഗ് പ്രിയമുള്ളവരെ. 156 ഡിവിഷന്റെ എപ്പിസോഡിലാണ് നാം ഉള്ളത്. ഇന്ന് നമ്മോട് സംവദിക്കുന്ന നമ്മുടെ ഗസ്റ്റിനെ ഒന്ന് പരിചയപ്പെടാം. ഫാത്തിമ തസ്നീം 3 വർഷത്തിലേറെ ക്ലിനിക്കൽ അനുഭവത്തോടെ കുട്ടികൾക്കും കൗമാരക്കാർക്കും മുതിർന്നവർക്കും ദമ്പതികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി 1000-ലധികം കൗൺസിലിംഗ് സെഷനുകൾ നടത്തി നിരവധി മനസ്സുകൾക്ക് ആശ്വാസത്തിന്റെ വഴികാട്ടിയായി പ്രവർത്തിച്ചു വരുന്ന ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് സൈക്കോളജി വിദ്യാർത്ഥികൾക്ക് ഫാക്കൽറ്റിയായും അതുപോലെ തന്നെ സ്കൂളുകളിലും കോളേജുകളിലും സമൂഹ കൂട്ടായ്മകളിലും മാനസികാരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ നടത്തിക്കൊണ്ട് അറിവിന്റെ വെളിച്ചം പങ്കിടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. ഇപ്പോൾ ട്യൂൺ ലൈഫ് കൗൺസിലിംഗ് സെന്റർ കോട്ടക്കലിൽ സേവനം അനുഷ്ഠിച്ചു വരുന്ന നമ്മുടെ ഇന്നത്തെ അതിഥി ഫാത്തിമ തസ്നീം മാഡത്തെ സിജിയുടെ ഡിവിഷൻ പ്ലാറ്റ്ഫോമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന്റെ ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജ് ജംഷീർ സാർ അടക്കം ഈ പ്രോഗ്രാമിന്റെ അണിയറ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഈ പ്രോഗ്രാം നെഞ്ചിലേറ്റിയ മുഴുവൻ പാർട്ടിസിപ്പൻസിനും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി നമ്മുടെ ഗസ്റ്റ് ഫാത്തിമ തസ്നീമിനെ ഹൃദ്യമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഓവർ ടു ഫാത്തിമ തസ്നീം. Good morning, all, and thank you, sir. Good morning, all. Morning. Morning. Okay. Good morning. എല്ലാവരെയും ഗുഡ് മോർണിംഗ്. Good morning. എല്ലാവരും ഈ ഒരു സമയത്ത് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. സാർ പറഞ്ഞ പോലെ എൻ്റെ പേര് തസ്നീം. ഞാൻ 3 years ആയിട്ട് കൗൺസിലിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് കിടക്കാം അല്ലേ? നമുക്ക് ഒരുപാട് ടൈം ഇല്ല. എനിക്ക് PPT ഷെയർ ചെയ്യാൻ പറ്റുമോ? Oh, sure. ഓക്കെ. കാണുന്നുണ്ടോന്നൊന്ന് അറിയിക്കണേ. കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ടൈറ്റിലിൽ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും ടോപ്പിക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ അൺഹെൽത്തി റിലേഷൻഷിപ്സിനെ കുറിച്ചിട്ടും റിലേഷൻഷിപ്പുകളിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ. നിങ്ങൾ ഈ ടോക്സിസിറ്റിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ്, ഗ്രീൻ ഫ്ലാഗ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. കാരണം ഇന്നൊക്കെ ഇൻസ്റ്റഗ്രാമുകളിലും മറ്റും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ടേമുകളാണ് ഇത്. അപ്പം പക്ഷെ പലപ്പോഴും എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ടോക്സിസിറ്റി, എന്താണ് കറക്റ്റ് ആയിട്ടുള്ള അൺഹെൽത്തി റിലേഷൻഷിപ്പ് എന്നുള്ളതൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പലപ്പോഴും ഇന്ന് സൊസൈറ്റിയിലുണ്ട്. ലൈക്ക് ഒന്ന് സാഡ് ആയാൽ തന്നെ ഡിപ്രഷൻ ആണെന്ന് പറയുന്ന പോലെ തന്നെ ഒരു കുഞ്ഞ് ട്രേറ്റ് കണ്ടാൽ തന്നെ ആ ഒരു വ്യക്തി ഭയങ്കര ടോക്സിക് ആണ് അല്ലെങ്കിൽ ഭയങ്കര അൺഹെൽത്തി ആണ് എന്നുള്ള രീതിക്ക് ടേം ചെയ്യുന്ന ഒരു രീതി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എന്തുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെ എന്താണ് ശരിക്കും അൺഹെൽത്തി റിലേഷൻഷിപ്പ്, അത് എപ്പോഴാണ് ശരിക്കും ടോക്സിക് ആവുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കേട്ടോ. നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ ആക്കാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല് എന്താണ്? സോറി, ഒരു മിനിറ്റ്. ഇപ്പൊ ഓക്കെ അല്ലേ? കാണുന്നില്ലേ? കാണുന്നുണ്ട്. സോറി കേട്ടോ, എൻ്റെ ഇടയിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നതാണ്.
ഓക്കെ, അപ്പൊ ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല് ഇപ്പം ആ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഉള്ള രണ്ട് വ്യക്തികൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ ആയിക്കോട്ടെ, മെന്റൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിസിക്കൽ വെൽബീയിങ്ങിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു നെഗറ്റീവ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ഉണ്ടെങ്കിൽ, അതായത് അതിലുള്ള ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ രണ്ട് വ്യക്തികൾക്കും അവരുടെ മെന്റൽ ഹെൽത്തിനെ അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ ഹെൽത്ത്, വൈകാരികപരമായിട്ടുള്ള ഹെൽത്തിനെ അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ ഹെൽത്തിനെ ഒക്കെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു മോശം ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ബാഡ് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പാറ്റേൺ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അൺഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതിപ്പോൾ റെസ്പെക്റ്റ് ഇല്ലായ്മ ആകാം, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നത് കുറവാകുന്നതാകാം, അല്ലെങ്കിൽ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്നതോ, ഇങ്ങനെ ഏത് തരത്തിലും ആവാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഏതൊരു റിലേഷൻഷിപ്പിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് പാറ്റേൺ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ അതേസമയം ഈ നെഗറ്റീവ് പാറ്റേൺ എപ്പോഴും ആ റിലേഷൻഷിപ്പിലുണ്ട്, അതായത് ഭയങ്കര കൺസിസ്റ്റന്റ് ആണ്. എല്ലായ്പ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നിങ്ങളെ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ വാല്യൂ ചെയ്യുന്നില്ല, ഇത്തരത്തിൽ നിങ്ങളെ ഡാമേജ് ചെയ്യുന്ന തരത്തിൽ ആ നെഗറ്റിവിറ്റി അവിടെ പെർസിസ്റ്റന്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയാ, ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അവിടെ എന്തായിരിക്കണം, ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയണമെങ്കിൽ ആ വ്യക്തി ടോക്സിക് ആണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കണം, നമുക്കൊരു ഇമോഷണൽ ഡ്രെയിൻ ഉണ്ടായിരിക്കണം. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു നെഗറ്റിവിറ്റീസ് ഒക്കെ അവിടെയൊക്കെ പെർസിസ്റ്റന്റ് ആയിരിക്കണം, അതായത് എപ്പോഴും ഉണ്ടായിരിക്കണം. അതേപോലെ ഒരു ഇംബാലൻസ് ഓഫ് പവർ, അതിൽ ആരെങ്കിലും ഒരാൾ എന്തായിരിക്കും, എപ്പോഴും ഡൊമിനന്റ് ആയിരിക്കും, മറ്റാള് സബ്മിസീവ് ആയിരിക്കും. ഒരാള് മറ്റാളെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നു, അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്, നീ ആരോട് സംസാരിക്കണം എന്നുള്ളത് മൊത്തം ഒരാൾ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, മറ്റാള് അവിടെ സബ്മിസീവ് ആയിട്ട് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുന്നു. ഇത്തരത്തിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്, ടോക്സിസിറ്റി എന്ന് വിളിക്കുന്നത്. ഇനിയിപ്പോ ഈ ടോക്സിസിറ്റി ഒരു ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിലോ അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിന്റെ ഇടയിലോ മാത്രമാണോ സംഭവിക്കുക? അല്ല, ഇത് പാരന്റ് ചൈൽഡ് റിലേഷനിലുണ്ട്, വർക്ക് സ്പേസിലുണ്ട്, ഇനി ഫ്രണ്ട്ഷിപ്പിലുണ്ട്, അങ്ങനെ ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാ റിലേഷൻഷിപ്പിലും ഒരു കൈൻഡ് ഓഫ് ടോക്സിസിറ്റി എന്ത് ചെയ്യാം, ഉണ്ടാകാം എന്നുള്ളതാണ്. കാരണം ഈ ടോക്സിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബൗണ്ടറീസ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുമ്പം പലപ്പോഴും പറയാം അത് ഇന്ന റിലേഷൻഷിപ്പിലല്ലേ ഉണ്ടാവുക, അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഇടയിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് പറയും. ഈവൻ ചില ബെസ്റ്റ് ഫ്രണ്ട്സ് ചില കുട്ടികളുടെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ കുട്ടികളുടെ ഇടയിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ രണ്ടുപേര് ഫ്രണ്ട്സ് ആയാൽ പിന്നെ അവർ തന്നെയാണ്. അപ്പൊ ഈ മറ്റേ ഫ്രണ്ട് വേറെ ആരോട് സംസാരിക്കാനോ മിണ്ടാനോ അല്ലെങ്കിൽ കൂട്ടുകൂടാനോ ഒന്നും പാടില്ല. അപ്പോത്തിന് ഇപ്പുറത്തുള്ള ആൾ എന്താവും, ഭയങ്കര സെൻസിറ്റീവ് ആവും. നീ എന്നെ മാത്രമല്ല ബെസ്റ്റ് ഫ്രണ്ട് ആയി കാണുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒരു നെഗറ്റീവ് സംസാരം അവിടെ ഉണ്ടാകും. ഈ ടോക്സിസിറ്റി എന്ന് പറയുന്നത് സ്പൗസസിന്റെ ഇടയിലായിക്കോട്ടെ, പാരന്റ്സിന്റെ ഇടയിലായിക്കോട്ടെ, സിബ്ലിങ്സിന്റെ ഇടയിലായിക്കോട്ടെ, ഫ്രണ്ട്സ്, വർക്ക്, കോവർക്കേഴ്സ്, എവിടെയും എന്തുണ്ടാകാം, ഒരു ടോക്സിസിറ്റി ഉണ്ടാവാം. ഇനി ടോക്സിസിറ്റി എന്ന് പറയുന്നത് തുടക്കത്തിലൊന്നും ആൾക്കാർക്ക് മനസ്സിലാവണം എന്നില്ല. ഇപ്പൊ ഒരു സിനാരിയോ പറയുകയാണെങ്കിൽ ചിലപ്പം ചെറുപ്പത്തിൽ വേണ്ടത്ര ഒരു അറ്റൻഷനോ അല്ലെങ്കിൽ ഒരു ലവോ കെയറോ ഒന്നും ചിലപ്പോൾ പാരന്റ്സിന്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ സിബ്ലിങ്സിന്റെ അടുത്തുനിന്നോ ഒന്നും കിട്ടാത്ത ചില ആൾക്കാർക്ക് ചില എക്സ്പെക്ടേഷൻസ് ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ സ്നേഹിക്കപ്പെടണം, ഞാൻ ഇങ്ങനെ കെയർ ചെയ്യപ്പെടണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അറ്റൻഷൻ കിട്ടണം എന്നുള്ള എക്സ്പെക്ടേഷൻസ് ഉള്ള ചില അല്ലെങ്കിൽ സെർട്ടൻ ഒരു ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ചിലപ്പം ചെറുപ്പത്തിൽ, എസ്പെഷ്യലി ചെറുപ്പത്തിൽ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അവർ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ വേറെ എവിടെന്നെങ്കിലും അത്തരത്തിലുള്ള ഒരു കെയറോ ഒരു അറ്റൻഷനോ കിട്ടിത്തുടങ്ങുമ്പോൾ മേ ബി അത് ടോക്സിക് ആണോ അല്ലെങ്കിൽ ഇതിനെ ഹാം ചെയ്യുന്നുണ്ടോ എന്ന് പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ചിലപ്പം അവരോട് എന്ത് പറയുന്നുണ്ടാവും, നീ ഷോൾ ഇങ്ങനെ ഇടരുത്, നേരെ ഇടണം, അല്ലെങ്കിൽ നീ ഇന്ന ആളോട് മിണ്ടരുത്, നീ ജോലിക്ക് പോകരുത്, നീ പഠിക്കണ്ട എന്നുള്ള തരത്തിൽ വരെ അവരോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഒരു റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ഒരു ബന്ധത്തിന്റെ തുടക്കത്തില് അവരിത് എന്തായിട്ട് ചിന്തിക്കും, ഇത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് അല്ലെങ്കിൽ എന്നോടുള്ള കെയർ കൊണ്ടാണ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അനുസരിച്ച് തുടങ്ങും. പക്ഷെ പോകെ പോകെ ആയിരിക്കും ഇത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അവരെന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ടോക്സിസിറ്റി എന്ന് പറയുന്നത് സ്ലോലി ആണ് ആ റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ആ ഒരു പാറ്റേൺ ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് സ്ലോലി ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, മനസ്സിലാക്കാൻ പറ്റുക. അതിന്റെ തുടക്കത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം എന്ന് ഇല്ല.
ഇനി ഒരു മെയിൻ ആയിട്ടുള്ള ടോക്സിക് റിലേഷൻഷിപ്പിന്റെ സയൻസ് നോക്കുകയാണെങ്കിൽ പൊതുവേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും പലപ്പോഴും ഇത് ഭയങ്കര ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന, എസ്പെഷ്യലി ഇന്നത്തെ അഡോളസൻസിന്റെയും സ്റ്റുഡൻസ്, കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന്റെ ഒക്കെ ഇടയിൽ ഒരു സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ് അത്. പിന്നെ ഒരു മെയിൻ സയൻസ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ അബ്യൂസ് ഉണ്ടാവും നന്നായിട്ട്. നിങ്ങളെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക, മറ്റുള്ളവരുടെ മുന്നിലിട്ടിട്ട് നിങ്ങളുടെ നെഗറ്റീവ്സുകളെ സംസാരിക്കുക, നിങ്ങളെ കളിയാക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളും അത്തരത്തിൽ നിങ്ങളുടെ ഒരു ഇമോഷൻസിനെ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഹെൽത്തിനെ അബ്യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ അവിടെ ഉണ്ടാവും. ആ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ഒട്ടും റെസ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന കുറച്ച് ബൗണ്ടറീസോ അല്ലെങ്കിൽ ലിമിറ്റ്സോ കാര്യങ്ങളുണ്ടാവും, ഇതിനൊന്നും അവർ ഒട്ടും റെസ്പെക്ട് ചെയ്യാതെ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യും, നിങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി സംസാരിക്കും. നിങ്ങളുടെ ഒപ്പീനിയൻസോ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കോ നിങ്ങളുടെ നീഡ്സിനോ അവിടെ യാതൊരു വിധ വാല്യൂസും ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ അതേപോലെ ഒരു മാനിപ്പുലേഷൻ ഉണ്ടാവും. നിങ്ങൾ ഇതിലൊരു ഇപ്പൊ തെറ്റ് അവരുടെ ഭാഗത്താണ് സംഭവിച്ചിട്ടേന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ പേടിപ്പിക്കേ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തേ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കുറ്റബോധം ക്രിയേറ്റ് ചെയ്യും. നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നേ, ഞാൻ വല്ലപ്പോഴും ഒരു എന്താ പറയാ ഒരു എക്സ്ട്രാ മറിറ്റൽ അഫെയർ ആണ് നിങ്ങൾ പിടിച്ചെന്ന് വിചാരിച്ചോളി ഹസ്ബൻഡില്. അപ്പോൾ ചിലപ്പം പറയും, നീ എന്തിനാ ഇങ്ങനെ എൻ്റെ ഫോണൊക്കെ ചെക്ക് ചെയ്യുന്നത്, നിനക്ക് എന്നോട് ഒട്ടും ഇഷ്ടമില്ലായിട്ടാണ്, അല്ലെങ്കിൽ നീ എൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ, അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു മാനിപ്പുലേഷനും കാര്യങ്ങളും. അതേപോലെ ഭയങ്കര കൺട്രോളും ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഫൈനാൻസിനെ കൺട്രോൾ ചെയ്യും, നിങ്ങൾ ആരോട് ഇന്ററാക്ട് ചെയ്യണം, ഏത് ടീമിനോട് ഇന്ററാക്ട് ചെയ്യണം, ആരോട് ഇന്ററാക്ട് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഏത് ഡ്രസ്സ് ധരിക്കണം എന്ന് വരെ കൺട്രോൾ ചെയ്യുന്ന തരത്തില് ഇതെന്ത് ചെയ്യും, മാറും. ഈവൻ നിങ്ങൾ എടുക്കുന്ന കുഞ്ഞു ഡിസിഷൻസ് പോലും കൺട്രോൾ ചെയ്യുന്നത് അവരായിരിക്കും. അപ്പൊ അത്തരത്തിലൊരു മാനിപ്പുലേഷനും കൺട്രോളും നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ കാണാൻ പറ്റും. പിന്നെ ഭയങ്കര ഒരു ജലസി, പൊസസീവ്നെസ്, അതായത് നിങ്ങളെ എപ്പോഴും എന്താ ചെയ്യാ, നിങ്ങൾ എന്നെ ചതിക്കും അല്ലെങ്കിൽ നിങ്ങൾ വേറൊരാളുടെ കൂടെ പോവും എന്നുള്ള എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സംശയം അവിടെ ഉണ്ടാകും. അതേപോലെ നിങ്ങളുടെ ഫോണ്, സോഷ്യൽ മീഡിയാസ് ഒക്കെ ഭയങ്കരമായിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാവും നമുക്ക് ആ റിലേഷൻഷിപ്പിൽ കാണാൻ പറ്റും. ഇനി ചില കേസുകളിലാണെങ്കിൽ ഇതിൽ ഒരു പാർട്ട്ണർ മറ്റേ ആളെ ഭയങ്കര ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോ ഡിപ്പെൻഡൻസി നമുക്ക് കാണാൻ പറ്റും. എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും മറ്റേ ആളുടെ അഭിപ്രായം അല്ലെങ്കിൽ മറ്റേ ഹെൽപ്പ് അവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു പാർട്ട്ണറിന് വേണ്ടി വരും. അതും ഒരു കൈൻഡ് ഓഫ് എന്താണ് ടോക്സിസിറ്റിയാണ്. കാരണം അവിടെ ആ വ്യക്തിന്റെ ഒരു പേഴ്സണൽ ഐഡന്റിറ്റി, അതായത് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഐഡന്റിറ്റിനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, സാക്രിഫൈസ് ചെയ്യുന്നത്. ഇനിയുള്ളത് കോമൺ ആയിട്ട് കാണുന്ന പുറത്തോട്ട് എല്ലാവർക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സൈനാണ് എന്ത്, ഫിസിക്കൽ ഓർ വെർബൽ അബ്യൂസ് എന്ന് പറയുന്നത്. ഒന്ന് ഭയങ്കരമായിട്ട് ഫിസിക്കൽ വയലൻസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നിന്നോ പബ്ലിക്കിന്റെ മുന്നിൽ നിന്നോ ഫാമിലിന്റെ മുന്നിൽ നിന്നോ ഒക്കെ എന്ത് ചെയ്യും, അടിക്കാനോ അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ട് വിളിക്കാനോ, അല്ലെങ്കിൽ ഈവൻ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലിങ്, ഇൻസൾട്ട്, പലതരത്തിലുള്ള പേരുകൾ വിളിക്കാം. ഈ രീതിയിലുള്ള ക്യാരക്ടറിസ്റ്റിക്സും നമുക്കൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഒന്ന് പറഞ്ഞ പോലെ ഒട്ടും വിശ്വാസം ഉണ്ടാവില്ല ആൾക്ക്, അല്ലെങ്കിൽ അവരും യാതൊരുവിധ ട്രസ്റ്റും ഈ ഒരു ടോക്സിക് ആയിട്ട് പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, കാണിക്കുന്നുണ്ടാവില്ല. നമ്മളെ ചീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബിഹേവിയർ നമുക്ക് അവരുതിയിൽ കാണാൻ പറ്റും. നമ്മളുടെ നിന്ന് പല ഇൻഫോർമേഷൻസും മറച്ചു വെക്കുന്ന പോലെ. ഇനി അതേപോലെ ആ ഒരു പാർട്ട്ണറിന്റെ അംബിഷന്, അയാളുടെ ഫീലിങ്സ്, അയാളുടെ ഗോൾസ്, അയാളുടെ നീഡ്സ്, ഇതിനൊന്നും ഒട്ടും റെസ്പെക്റ്റോ വാല്യൂ ചെയ്യുന്നുണ്ടാവില്ല. ഇത്തരത്തില് പല രീതിയിൽ നമുക്കൊരു റിലേഷൻഷിപ്പിൽ എന്ത് കാണാൻ പറ്റും, ടോക്സിസിറ്റി കാണാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിലായിക്കോട്ടെ, നമ്മള് വർക്കിംഗ് സ്പേസിലായിക്കോട്ടെ, ഫാമിലിയിലെ മറ്റ് റിലേഷൻഷിപ്പുകളിലായിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പുകളിലായിക്കോട്ടെ, പല രീതിയിൽ പല ഫോർമാറ്റിൽ ഈ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സഹായിക്കുന്നതായിരിക്കും. ഇത് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇത് അനുഭവിക്കാൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എസ്പെഷ്യലി നമ്മുടെ സ്പൗസസിന്റെ കേസിലോ അല്ലെങ്കിൽ പാരന്റ്സിന്റെ കേസിലോ വരുമ്പോഴായിരിക്കും. ഫ്രണ്ട്ഷിപ്പുകളിലും ഇതിലുണ്ട്, ഇത് ടോക്സിസിറ്റീസ് ഉണ്ട്, പക്ഷെ അത് പല ഫോർമാറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, കാണുന്നത് എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഈ പറഞ്ഞ പോലെ ഭയങ്കര കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യും, മറ്റുള്ളവരുടെ മുന്നിലിട്ട് കളിയാക്കുന്ന രീതിയിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ എബിലിറ്റീസിനൊന്നും ഒട്ടും വാല്യൂ ചെയ്യാത്ത രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള സയൻസിനെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാൻ പറ്റണം, റിലേഷൻഷിപ്പുകൾ മനസ്സിലാക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇനി എങ്ങനെ ഈ ഒരു ടോക്സിസിറ്റി
അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകളിലുള്ള ടോക്സിസിറ്റി നമ്മൾ ഓരോരുത്തരെ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മളിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഡിപ്രഷൻ, ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു ക്രോണിക് സ്ട്രെസ് ഒരു വ്യക്തിൻ്റെ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. എസ്പെഷ്യലി ക്രോണിക് സ്ട്രെസ്സാണ് നമ്മൾ കൂടുതലും കണ്ടു തുടങ്ങുക ഇനീഷ്യൽ സ്റ്റേജുകളിൽ. പിന്നീട് അത് ഡിപ്രഷനോ ആൻസൈറ്റിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു മെന്റൽ ഹെൽത്ത് ഡിസോർഡർ ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്തിലോ പെട്ട് കിടക്കുന്ന ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ ഞാൻ ഒട്ടും വേർത്തിയല്ലേ, എനിക്ക് എൻ്റെതായ ഒരു വാല്യൂ ഇല്ലേ, സെൽഫ് ഇല്ലേ എന്നുള്ള ഒരു ഡൗട്ട് എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഒരു ഇമോഷണലി തളർന്ന പോലെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നത്. ഇനി ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാവാം, പലതരത്തിലുള്ള ഹെഡ് ഏക്ക്. അതായത് നമ്മുടെ ബോഡിയിൽ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സിനെ നമുക്ക് വെന്റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതിനൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല. അപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടൊരു സ്ട്രെസ് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അത് പലതരത്തിലുള്ള ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടായിരിക്കും പുറത്തോട്ട് കാണിക്കുന്നത്. കോൺസ്റ്റന്റ് ആയിട്ട് എന്തെങ്കിലും ബോഡി പെയിനുകളോ സ്ലീപ്പ് ഡിസ്റ്റർബൻസുകളോ അല്ലെങ്കിൽ ഒരു ക്ഷീണം, എപ്പോഴും ഒരു ക്ഷീണം, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ ഭയങ്കര വീക്കായ പോലെ, തലവേദന അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള സൈക്കോസൊമാറ്റിക് സിംറ്റംസ് ആയിട്ടായിരിക്കും ഇത് പുറത്തോട്ട് കാണിക്കുന്നത്. പിന്നീട് നമ്മുടെ സെൽഫ് എസ്റ്റീം കുറവായിരിക്കും, സെൽഫ് കോൺഫിഡൻസ് കുറവായിരിക്കും. നമ്മൾ നമ്മുടെ സെൽഫിനെ തന്നെ ഡൗട്ട് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കൂടുതലായിരിക്കും. നമുക്ക് നമ്മുടെ ഒപ്പീനിയൻസും മറ്റു കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് എക്സ്പ്രസ് ചെയ്യുന്നിടത്ത്, അതായത് ഇപ്പം റിലേഷൻഷിപ്പിൽ മാത്രമല്ല വേറൊരു സ്ഥലത്ത്, അപ്പം സ്പൗസസിന്റെ ഇടയിലാണ് ഈ ടോക്സിസിറ്റി ഉള്ളത്. എന്നിരുന്നാലും ഇപ്പോൾ വർക്ക് സ്പേസിലായാൽ പോലും ഇതിന്റെ ഒരു ഇന്റൻസിറ്റി കാരണം ഒപ്പീനിയൻസും ഐഡിയാസും ഷെയർ ചെയ്യുന്നത് വരെ ഭയങ്കര ഒരു പേടിയുള്ള സിറ്റുവേഷൻ ആയിട്ട് മാറാറുണ്ട് ചില ആൾക്കാർ ഇതിൽ. അതേപോലെ ഫ്രണ്ട്സ് ആയിട്ട് ഫാമിലി ആയിട്ടുള്ള കണക്ഷൻസ് ഒക്കെ പോകും. പൊതുവെ ഒരു എന്താ പറയാ, സോഷ്യൽ വിഡ്രോവൽ നമുക്ക് വരുതിൽ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഐസൊലേഷൻ നമുക്ക് വരുതിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ അതേപോലെ ഇവർക്ക് ഫ്യൂച്ചറിൽ ഇപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോയി വേറൊരു റിലേഷൻഷിപ്പിലായാലും ഫ്യൂച്ചറിൽ അവർക്കൊരു ട്രസ്റ്റ് എന്ന് പറയുന്നത് ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ ഫോം ചെയ്യുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും, വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പലതരത്തില് ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു വ്യക്തിനെ ബാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇത് മെന്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഓവറോൾ അയാളുടെ ഒരു ഹെൽത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. കാരണം ഏതൊരു വ്യക്തിക്കും ഫിസിക്കൽ ഹെൽത്ത് വീക്കാണെന്ന് വിചാരിച്ചോളൂ, പക്ഷെ അവിടെ മെന്റൽ ഹെൽത്ത് കുറച്ച് സ്ട്രോങ് ആണെങ്കിൽ പെട്ടെന്ന് ആ വ്യക്തി വീക്കായി പോകത്തില്ല. പക്ഷെ അതേസമയം ആളുടെ മെന്റൽ ഹെൽത്ത് വീക്കായാൽ, ഫസ്റ്റിലെ മെന്റൽ ഹെൽത്ത് വീക്കായാൽ ദെൻ അലോങ് വിത്ത് അയാളുടെ ഫിസിക്കൽ ഹെൽത്തും വീക്കാവും, അയാൾ ടോട്ടലി ഡൗൺ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ക്ലിയർ ആണോ? Yes, clear, 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 clear. ഇനി എങ്ങനെ ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് നമുക്ക് ഡീൽ ചെയ്യാം എന്നുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടേതിൽ എന്താണ് ഇത്തരത്തിലുള്ള ട്രൈറ്റ്സ് ഉണ്ടോ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് എന്ത് ചെയ്യണം, നോട്ടീസ് ചെയ്യണം. അതേപോലെ നമ്മളുടെ ചുറ്റുമുള്ള റിലേഷൻഷിപ്പിൽ ഇങ്ങനത്തെ സൈൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, റെക്കഗ്നൈസ് ചെയ്യാം. റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷം ഓക്കെ ഇത് എനിക്ക് റോങ് ആണ് അല്ലെങ്കിൽ ഇത് എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന സമയത്ത് നമ്മളിത് ആ വ്യക്തിനോട് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ബിഹേവിയർ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, ഇത് എന്നെ ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദെൻ സെറ്റ് ബൗണ്ടറീസ്, നമ്മളവിടെ കറക്റ്റായിട്ടുള്ള ലിമിറ്റേഷൻസ്, ഏതൊരു വ്യക്തി എത്രത്തോളം നമ്മുടെ ലൈഫിൽ ഇൻവോൾവ് ആവണം അല്ലെങ്കിൽ അയാൾ ഏതൊരു സ്പേസ് വരെ നമ്മുടെ ലൈഫിൽ കയറി വരണം എന്നുള്ള അവിടെ കറക്റ്റായിട്ടുള്ള ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ഇനി ഇൻ കേസ് നിങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ടോ ഒന്നും ഇത് ഓക്കെ ആവുന്നില്ല അല്ലെങ്കിൽ ഇതിലൊരു മാറ്റം വരുന്നില്ല എന്ന് കണ്ടാൽ സീക്ക് സപ്പോർട്ട്, നമ്മളൊരു എക്സ്ട്രാ സപ്പോർട്ട്, ഒരു സൈക്കോളജിസ്റ്റിന്റെയോ തെറാപ്പിസ്റ്റിന്റെയോ ഒരു എക്സ്ട്രാ സപ്പോർട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുക, സീക്ക് ചെയ്യുക. ഇനി നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോകാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ദെൻ ഫോക്കസ് ഓൺ ഹീലിംഗ്. ഇപ്പൊ സ്റ്റോപ്പ് ചെയ്താലും നമ്മൾ ആ റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണെങ്കിലും നമുക്ക് ഒരുപാട് ട്രോമാസ് അല്ലെങ്കിൽ ഒരുപാട് മുറിവുകൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനെ ഹീൽ ചെയ്യാനുള്ള ഒരു സമയം കൂടി നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ട ആൾക്കാർക്ക് പിന്നീട് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. പക്ഷെ അവരൊരു പ്രോപ്പർ ഹീലിംഗ് പ്രോസസ്സിലോട്ട് ശ്രദ്ധിച്ചാല് പിന്നീട് അവർക്ക് അവിടെ എന്ത് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നിടത്തും മറ്റു കാര്യങ്ങളിലൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യുന്നതായിരിക്കില്ല. അപ്പം കറക്റ്റായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഈ ടോക്സിസിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളൊരു റിലേഷൻഷിപ്പിൽ കൂടുതൽ ഇൻവോൾവ് ആവുന്നതായിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത് മൂലം
അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ മറ്റുള്ളവരുടെ, അതായത് നമ്മുടെ മറ്റുള്ളവരുടെ നീഡ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നമ്മളെ സ്വയം മറന്ന് മറ്റുള്ളവരുടെ നീഡ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോഴാണ് പലപ്പോഴും ആ റിലേഷൻഷിപ്പുകൾ നമുക്ക് എന്തായി വരുന്നത്, ബുദ്ധിമുട്ടായി വരുന്നത്. അപ്പൊ ഇവിടെയാണ് കറക്റ്റ് നമ്മൾ ആ ബൗണ്ടറീസ് എന്ത് ചെയ്യേണ്ടത്, സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നത് ബൗണ്ടറീസ് സെറ്റ് ചെയ്താൽ ഞാൻ ഭയങ്കര സെൽഫിഷ് ആണെന്ന് ആൾക്കാർ വിചാരിക്കൂലേ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര റൂഡാണെന്ന് വിചാരിക്കൂലേ, അല്ലെങ്കിൽ ഇപ്പം ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷനിൽ ഇപ്പോൾ ഒരു ബൗണ്ടറീസിന്റെ ഒക്കെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ പാരന്റ് കുട്ടി റിലേഷൻഷിപ്പിൽ ഒരു ബൗണ്ടറിന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ടൈമിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പല ആൾക്കാരും ഇന്ന് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. പലരും പറയും ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലൊക്കെ പോരെ ഈ ബൗണ്ടറീസ്, അല്ലാത്ത ബാക്കി റിലേഷൻഷിപ്പിലൊക്കെ അത് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അങ്ങനെയല്ല, റിലേഷൻഷിപ്പിൽ ഏത് ടൈപ്പ് ഓഫ് റിലേഷൻ ആയിക്കോട്ടെ അവിടെയൊക്കെ എന്ത് വേണം, ബൗണ്ടറീസ് വേണം എന്നുള്ളതാണ്. ഈ ബൗണ്ടറീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ വലിയൊരു വോള് നമ്മളെ ചുറ്റും ബിൽഡ് ചെയ്യുക എന്നുള്ളതൊന്നും അല്ല. നമ്മുടെ പീസിനെ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ, ഫിസിക്കൽ, മെന്റൽ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെർട്ടൈൻ ലിമിറ്റ്സ്, അത് അക്കോർഡിംഗ് ടു റിലേഷൻ, ഓരോ റിലേഷൻഷിപ്പിനും അനുസരിച്ചിട്ട് നമ്മളൊരു സെർട്ടൈൻ ലിമിറ്റ്സ് എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അതായത് ഞാൻ എന്തെല്ലാം തരത്തിലുള്ള ബിഹേവിയേഴ്സ് ടോളറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള ബിഹേവിയേഴ്സ് ടോളറേറ്റ് ചെയ്യില്ല എന്നുള്ളത് തീരുമാനിക്കുന്നതാണ്. അതായത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടാവും, നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടാവും അല്ലെ പല റിലേഷൻഷിപ്പിലും. അപ്പൊ എല്ലാരും നിങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും കയറി ഇടപെടാൻ നിങ്ങൾ സമ്മതിക്കോ? ഇല്ല, ഒരിക്കലും ഇല്ല ഇല്ല. ഇല്ല ഇല്ല. അപ്പൊ അതൊരു സെർട്ടൺ ഒരു എന്താ, അതൊരു കൈൻഡ് ഓഫ് ഒരു ലിമിറ്റ് നമ്മളിവിടെ കൊടുക്കുകയാണ് ആൾക്കാർക്ക് അല്ലെ. ഇതിനെയാണ് നമ്മൾ ബൗണ്ടറി എന്ന് പറയുന്നത്. ബേസിക്കലി ഒരാള് എങ്ങനെ നമ്മളോട് പെരുമാറണം എന്നുള്ളത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആക്ഷൻസ് ഒന്നും മറ്റുമാണ് അവരെന്ത് ചെയ്യുന്നത്, ഗസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ലിമിറ്റ് വെക്കുന്നതിനെയാണ് നമ്മൾ ശരിക്കും ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ബൗണ്ടറീസ് വെക്കുന്നതുകൊണ്ട് നമ്മളൊരു ഭയങ്കര മോശം പേഴ്സണോ അല്ലെങ്കിൽ ഭയങ്കര റൂഡായിട്ടുള്ള അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തിയൊന്നും ആവൂല. അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ ഇന്ന് സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതിനെ കുറിച്ചിട്ട് ഏതൊരു വ്യക്തിക്കും പറഞ്ഞു കൊടുക്കുമ്പം ഒരു ഷോക്കിങ്ങോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു സംസാരമായിരിക്കും ഇവരുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്. ശരിക്കും ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ സെൽഫിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് കേട്ടോ. അപ്പൊ ഈ ബൗണ്ടറീസ് എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്, പല ടൈപ്പ് ഓഫ് ബൗണ്ടറീസ് ഉണ്ട്. ഇമോഷണൽ ബൗണ്ടറീസ് ഉണ്ട്, ഫിസിക്കൽ ബൗണ്ടറീസ് ഉണ്ട്, ടൈം ബൗണ്ടറീസ് ഉണ്ട്, ഡിജിറ്റൽ ബൗണ്ടറീസ് ഉണ്ട്, സെക്ഷൽ ബൗണ്ടറീസ് ഉണ്ട്, ഫൈനാൻഷ്യൽ ബൗണ്ടറീസ് ഉണ്ട്. ഇമോഷണൽ ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീലിങ്സിനെയും നമ്മുടെ ഇമോഷണൽ എനർജീനെയും പ്രൊട്ടക്ട് ചെയ്യാനാണ് എന്ത്, ഇമോഷണൽ ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ മറ്റുള്ളവരെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളിതിലൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാക്കാനോ, ഞാനാണ് തെറ്റുകാരി അല്ലെങ്കിൽ ഇതെല്ലാം എൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്നുള്ളൊരു ഫീലിങ്സ്, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ അൺഹാപ്പി ആവുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് ദേഷ്യം വരാൻ കാരണം ഞാനാണ് എന്നുള്ള ആ ഒരു തോന്നൽ നമ്മളിതിൽ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ബൗണ്ടറിയാണ് ഇമോഷണൽ ബൗണ്ടറി എന്ന് പറയുന്നത്. അതായത് എൻ്റെ ഇമോഷൻസിനും എൻ്റെ ഫീലിങ്സിനും ഉത്തരവാദി ഞാൻ തന്നെയാണ്, പക്ഷെ മറ്റൊരാളുടെ ഇമോഷൻസിനും അയാളുടെ ഫീലിങ്സിനും ഉത്തരവാദി അയാളാണ് എന്നുള്ള തരത്തില് എന്താണ് ഒരു ലിമിറ്റേഷൻ അവിടെ എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫിസിക്കൽ ബൗണ്ടറീസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡി, നമ്മുടെ പേഴ്സണൽ സ്പേസ് ഇവിടെ വെക്കുന്ന ഒരു എന്താ പറയാ ഒരു ലിമിറ്റാണ് ഫിസിക്കൽ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. അതായത് ആര് നമ്മളെ തൊടണം, ഏത് രീതിയിൽ നമ്മൾ ഓരോ വ്യക്തികളോടും ഇടപഴകണം. ഇപ്പൊ ചില ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ ചില രീതിയിൽ എല്ലാവർക്കും ഹാൻഡ് ഷേക്ക് ചെയ്യുന്നത് ഇഷ്ടമാവണമെന്നില്ല. അപ്പൊ അവരവിടെ വെക്കുന്ന ഒരു ബൗണ്ടറി ആയിരിക്കും അത്. എല്ലാവർക്കും പരസ്പരം ഹഗ് ചെയ്യുന്നത് ഇഷ്ടമാവണമെന്നില്ല. അപ്പൊ അവിടെ വെക്കുന്ന ഒരു ബൗണ്ടറി ആയിരിക്കും അത്. ഇപ്പൊ ഇൻ കേസ് ഒരാൾ നിങ്ങളോട് പറയാണ് എനിക്ക് ഇങ്ങനെ ഹഗ് ചെയ്യുന്നത് കംഫർട്ടബിൾ അല്ല എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്, അയാൾക്ക് തൊട്ടും കംഫർട്ടബിൾ അല്ല, അയാൾ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഫിസിക്കൽ ടച്ച്, തോളത്ത് കൈ ഇടുന്നതായിക്കോട്ടെ, ഒരുമിച്ചിരിക്കുന്നതായിക്കോട്ടെ, ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് ടച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ബോഡീനെ മറ്റുള്ളവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതി, മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ വെക്കുന്ന ആ ഒരു ലിമിറ്റിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ഫിസിക്കൽ ബൗണ്ടറീസ്. ഇനിയിപ്പോ അവരുടെ സാധനങ്ങൾ തൊടുന്നത്, അതും ചിലപ്പോൾ നമ്മളുടെ എല്ലാ സാധനങ്ങളും എല്ലാവരും എടുക്കുന്നതും തൊടുന്നതും ഒന്നും എല്ലാവർക്കും ഇഷ്ടമാവണം എന്നില്ല. അപ്പൊ ചിലവർ അവിടെ എന്ത് ചെയ്യും, ബൗണ്ടറീസ് കീപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ,
ക്ലിയർ ആണോ? നമ്മുടെ കംഫർട്ടിനെയും നമ്മുടെ സേഫ്റ്റിനെയും നമ്മുടെ ബോഡീന്റെ ഓട്ടോണമിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന ബൗണ്ടറീസ് ആണ് ഫിസിക്കൽ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ദെൻ വരുന്നത് ടൈം ബൗണ്ടറീസ്, അതായത് നമ്മുടെ എനർജി നമ്മുടെ ടൈം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അവിടെ വെക്കുന്ന ലിമിറ്റിനെയാണ് നമ്മൾ ടൈം ബൗണ്ടറീസ്. പലപ്പോഴും പല ആൾക്കാരുടെയും പ്രശ്നം അവർ കൂടുതലായി അവൈലബിൾ ആവും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, എന്നാൽ ഇവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു അവൈലബിലിറ്റി കിട്ടുക എന്ന് പറയുന്നത് പലപ്പോഴും കുറവായിരിക്കും. ഇപ്പോൾ വർക്ക് സ്പേസിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്ത് റിലേഷൻഷിപ്പുകളിലായിക്കോട്ടെ, കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് അവൈലബിൾ ആവുന്നിടത്ത് നമ്മൾ വെക്കുന്ന ഒരു ലിമിറ്റാണത്. കാരണം ഇപ്പൊ നമ്മൾ അവർക്ക് കൂടുതൽ അവൈലബിൾ ആവും, പക്ഷെ അവർ ആ ഒരു ടൈമിനെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു എനർജിനെ ആക്ഷൻസിനെ ഒന്നും ചിലപ്പോൾ അവർ വാല്യൂ ചെയ്യുന്നില്ലെങ്കിൽ പിന്നീട് നമ്മൾ അവിടെ അത്തരത്തിലൊരു ആക്ഷൻ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം അങ്ങനെ ഇല്ല. ചെയ്യുമ്പോൾ നമ്മുടെ എനർജിയും ടൈമും അവിടെ വേസ്റ്റ് ആയി പോകണം. അപ്പൊ അവിടെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ബൗണ്ടറീസ് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. ഇപ്പൊ ഇൻ കേസ് നമ്മള് ചില ആൾക്കാരുണ്ട്, അവർക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ടാവും, എന്നാലും മറ്റുള്ളവരുടെ വർക്ക് ഏറ്റെടുത്ത് എക്സ്ട്രാ സ്ട്രെസ് കൂട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. ദെൻ വരുന്നത് ഡിജിറ്റൽ ബൗണ്ടറീസ്. ഇത് ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പലപ്പോഴും ഇപ്പൊ നമ്മൾ ഈ അഡോളസൻസിന്റെ ഇടയിലായിക്കോട്ടെ, ഇനി ഈവൻ അഡൾട്ടുകളുടെ ഇടയിലായിക്കോട്ടെ, കല്യാണമൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ഒക്കെ ഉറപ്പിച്ചാൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലായാൽ തന്നെ വേഗം ഇൻസ്റ്റഗ്രാമിന്റെയും ഫോണിന്റെയും ഫേസ്ബുക്കിന്റെ ഒക്കെ പാസ്വേഡ് ഷെയർ ചെയ്യുന്നു. എന്നിട്ട് അതിൽ പലതരത്തിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ മറ്റൊരാളുടെ ഒരു ഡിജിറ്റൽ പ്രൈവസിനെ പ്രൊട്ടക്ട് ചെയ്യണം. നമ്മുടെ ഡിജിറ്റൽ പ്രൈവസിനെ പ്രൊട്ടക്ട് ചെയ്യണം. നമുക്ക് മറ്റൊരാളുടെ മെസ്സേജുകൾ നോക്കാനോ അതിന് റിപ്ലൈ കൊടുക്കാനോ ഒന്നും നമ്മൾ പാടില്ല. അവിടെ നമ്മുടെ എന്താ പറയാ പാസ്വേഡ്സ് മറ്റു കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. പ്രൈവറ്റ് ഫോട്ടോസ് വരെ അവിടെ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടുള്ള ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ വരുന്നത് സെക്ഷൽ ബൗണ്ടറീസ്. ഇതിപ്പോ ഒരു ഇന്റിമേറ്റ് സെക്ഷൽ റിലേഷൻഷിപ്പിൽ നമ്മൾ വെക്കുന്ന നമ്മുടെ കംഫർട്ടും കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ വെക്കേണ്ട ഒരു ലിമിറ്റാണ് എന്ത്? സെക്ഷൽ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട് യെസ് ഓർ നോ പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. ആ യെസ് ഓർ നോ പറഞ്ഞു വെച്ചിട്ട് ഒരു കുറ്റബോധമോ മറ്റൊന്നും തോന്നാൻ പാടില്ല. കറക്റ്റ് ആയിട്ട് ആ ഒരു യെസ് ഓർ നോ പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. നമുക്കൊരു പ്രഷറിലോ ഫോഴ്സ് ചെയ്തിട്ടോ ആവരുത് അവിടെ എന്ത് വരുന്നത്? ഒരു സെക്ഷൽ ആക്ടിവിറ്റി നടക്കുന്നത്. ദെൻ വരുന്നത് ഫൈനാൻഷ്യൽ ബൗണ്ടറീസ്. നമ്മുടെ ഫൈനാൻസ് ഇപ്പൊ ഈവൻ ഒരു വർക്കിംഗ് വുമൺ ആണെങ്കിൽ അവരുടെ ഫൈനാൻസ് അവർ തന്നെ എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക. കിട്ടുന്ന സാലറി മൊത്തം വേറൊരാൾക്ക് കൊടുക്കാതെ, ഒരു സ്പൗസസിന്റെ ഇടയിലാണെങ്കിൽ കിട്ടുന്ന സാലറി മൊത്തം വേറൊരാൾക്ക് കൊടുക്കാതെ അത് നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യാൻ എന്ത് ചെയ്യുക? പഠിക്കുക. അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ലിമിറ്റ് വെക്കുക. ഇതിനെയാണ് ഫൈനാൻഷ്യൽ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ പല ടൈപ്പിലുള്ള ബൗണ്ടറീസ് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇനി എങ്ങനെ നമുക്ക് ഈ ബൗണ്ടറീസിനെ സെറ്റ് ചെയ്യാം എന്നുള്ളത്, ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഏതൊക്കെയാന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം? തിരിച്ചറിയാം. എന്നിട്ട് നമുക്കിത് അൺകംഫർട്ടബിൾ ആണ് എന്നുള്ളത് മറ്റേ ആളോട് എന്ത് ചെയ്യാം? കറക്റ്റായിട്ട് സംസാരിക്കാം. സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നീ ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര മോശമാണ്, അല്ലെങ്കിൽ നീ എന്നെ ഭയങ്കരമായിട്ട് നാണം കെടുത്തുന്നുണ്ട്, നീ എന്നെ പബ്ലിക്കിൽ മോശമാക്കുന്നുണ്ട്. ഈ നീ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം ഐ എന്ന് ഉപയോഗിക്കുക. ഞാൻ അല്ലെങ്കിൽ എനിക്ക്. നീ എന്നെ പബ്ലിക്കിന്റെ മുന്നിൽ മോശമാക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുന്നുണ്ട്, എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അത് എൻ്റെ സെൽഫ് കോൺഫിഡൻസിനെയും എൻ്റെ സെൽഫിനെയും ബാധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഐ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുക? സംസാരിക്കുക. എന്നിട്ട് അവിടെ കറക്റ്റായിട്ട് അവിടെ ഏത് ബൗണ്ടറി ആണോ സെറ്റ് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ആ ബൗണ്ടറി അവിടെ എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക. ഇനി നമ്മൾ ബൗണ്ടറി പെട്ടെന്ന് ഒരു ദിവസം കയറി നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുമ്പം പല ആൾക്കാരും പല രീതിയിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യും. നീ എന്തോ ഭയങ്കര മാറിയല്ലോ, ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ എന്നുള്ള രീതിക്ക് അവിടെ ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷെ നമ്മൾ ആ ക്വസ്റ്റ്യൻസിൽ വീണു പോവരുത്. നമ്മൾ വെച്ച ബൗണ്ടറി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യാം. ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു റുട്ടീൻ അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറി അവിടെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാനും അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകാനും സാധിക്കുള്ളൂ എന്നുള്ളതാണ്.
ഇവിടെ ഇതൊക്കെ ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കുമാണ്. നമ്മൾ അതിനെ തിരിച്ചറിയുക, നമ്മൾ അവിടെ വേണ്ട ബൗണ്ടറീസ് ലിമിറ്റ്സ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുമ്പോൾ, അതായത് നിങ്ങളിപ്പോൾ കൂടുതൽ അവൈലബിൾ ആയിരുന്ന ഒരാളാണ്, പക്ഷെ നിങ്ങൾ അവൈലബിലിറ്റി കുറച്ചു. അപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്കാർ പറയും എന്ത്, നീ ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ, നീ ഇപ്പം ഭയങ്കര മാറി, നീ ഇപ്പം ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അത്തരത്തിലൊരു ഭയങ്കര സങ്കടമായിട്ട് അവർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുറച്ച് കാലം മുന്നേ വരെ അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്താണ്, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് ഒരുപാട് ബെനഫിഷ്യൽ ആയിരുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ അങ്ങനെ ഒരു ടോക്സിക് രീതിയിൽ ഉപയോഗിച്ച ആൾക്കാർക്ക് മാത്രമാണ് നിങ്ങൾ ആ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടം അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ, ദേഷ്യമൊക്കെ കാണിക്കാം. അപ്പൊ അതിനർത്ഥം അവിടെ ഒരു ടോക്സിസിറ്റി അല്ലെങ്കിൽ ഒരു അൺഹെൽത്തി ട്രേറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ആദ്യം അൺഹെൽത്തി ട്രേറ്റ്സിനെയും അല്ലെങ്കിൽ ടോക്സിസിറ്റിനെയും തിരിച്ചറിയാൻ പറ്റണം. തിരിച്ചറിഞ്ഞ് അതിനെ എക്സാക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ദെൻ അവിടെ സെറ്റ് ചെയ്യേണ്ട ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക, അത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഇത്തരത്തിലാണ് നമുക്ക് നമ്മുടെ ചുറ്റും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബിൽഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹലോ, ഞാൻ എന്തായാലും എൻ്റെ ടോപ്പിക് ഇവിടെ നിർത്താണ്. നമുക്ക് ആകെ 30 മിനിറ്റ്സ് ഉണ്ടായിട്ടുള്ളായിരുന്നു. ഇതൊരു ബിഗ് ടോപ്പിക് ആണെന്ന് അറിയാം, അതിനെ ഏറ്റവും ചുരുക്കിയിട്ടാണ് ഞാൻ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. വളരെ നന്നായി, അടിപൊളിയായിട്ട് മാഡം അവതരിപ്പിച്ചിട്ടോ. നമുക്ക് Thank you, sir. ഫീഡ്ബാക്കുകളൊക്കെ ഗ്രൂപ്പിലായിരിക്കും മാം വരിക. അപ്പൊ നമുക്ക് Okay. സമയം 7 മണി. മാഡം, ഈ ടോക്സിക് പേഴ്സണാലിറ്റിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നാ പറഞ്ഞത്? ടോക്സിക് പേഴ്സണാലിറ്റി അല്ല, ടോക്സിക് ട്രേറ്റുകളായിരിക്കും ഉണ്ടാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെ നമ്മൾ ആദ്യം റെക്കഗ്നൈസ് ചെയ്യുക. ഇത് നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇതിങ്ങനെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് എന്നുള്ളത്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ ഒറ്റക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സ്ട്രാ സപ്പോർട്ട്, ഒരു തെറാപ്പിസ്റ്റിന്റെയോ ഒരു കൗൺസിലറുടെയോ ഒരു സപ്പോർട്ട് സീക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു മാഡം. Okay. പ്രിയപ്പെട്ടവരെ, ബന്ധനങ്ങളാവുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളത് ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ കൈവെള്ളയിലെ ഒരു കുഞ്ഞു കുരുവിയെ പോലെയാണെന്ന്. അതിനെ അമർത്തിപ്പിടിച്ചാൽ അത് ചത്തുപോകും. എന്നാൽ അതിനെ തലോടി അതിനെ കൈ വെള്ളയിൽ വളരെ ലളിതമായിട്ട് പിടിച്ച് അതിന് കൊടുക്കേണ്ട സ്നേഹവും പരിചരണവും അതിന് ഉയർന്നു പറക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും എപ്പോഴും നൽകുമ്പോഴാണ് ആ റിലേഷൻഷിപ്പ് നമ്മുടെ കൂടെ തന്നെ ആ കുഞ്ഞു കുരുവിയായിട്ട് നമ്മളെ തേടി എപ്പോഴും തിരിച്ചു വരികയുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ തസ്നീം മാഡം വളരെ ലളിതമായിട്ട് അവതരിപ്പിച്ചു. വളരെ സന്തോഷം തോന്നുകയാണ്. കാരണം ഇന്നത്തെ ലോകത്ത് ന്യൂജൻ ആയിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, റിലേഷൻഷിപ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ട് വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെയൊരു സെഷൻ നമുക്ക് ഡിവിഷൻ പ്ലാറ്റ്ഫോമിൽ കിട്ടിയതിൽ വളരെ സന്തോഷം. മാമിനെ നമ്മൾക്ക് റെഫർ ചെയ്തത് നമ്മുടെ സിജിയുടെ തന്നെ ഫാമിലി മെമ്പറായ സൈഫുന്നിസ മാഡമാണ്. അവർക്കുള്ള നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഇത്രയും മനോഹരമായ സെഷൻ കൈകാര്യം ചെയ്ത നമുക്ക് നൽകിയ തസ്നീം മാഡത്തിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ഒപ്പം ഡയറക്ടർ നൂസിയ മാഡം ഇതിലെ പാർട്ടിസിപ്പൻസ് ആയിട്ട് ഇന്ന് 120ഓളം പേര് പങ്കെടുത്തിട്ടുണ്ട്. അവർക്കൊക്കെയുള്ള സിജിയുടെ ഡിവിഷന്റെ നന്ദി അറിയിച്ചുകൊണ്ട് നാളെ വീണ്ടും കാണാം. സൈനിങ് ഓഫ്, ജംഷീർ. താങ്ക് യു വെരി മച്ച്. Thank you. താങ്ക് യു.